നവംബർ 19 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: പ്രവാചകനായ വിശുദ്ധ അബ്ദിയാസ്, വിശുദ്ധ അനസ്താസിയൂസ്, വിശുദ്ധ അഗാസും കൂട്ടരും, വിശുദ്ധ ബാർലാം, വിശുദ്ധ റാഫേൽ കലിനോവ്സ്കി, വിശുദ്ധ ക്രിസ്പിൻ. വിശുദ്ധ റാഫേൽ കലിനോവ്സ്കി 1835-1907 കാലഘട്ടത്തിലാണ് വിശുദ്ധ റാഫേൽ കലിനോവ്സ്കി ജീവിച്ചിരുന്നത്. 19-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തോടുകൂടി പോളണ്ടിലുള്ള കർമ്മലീത്ത സഭയെ ജീവിതവിശുദ്ധിയും പ്രേക്ഷിത ചൈതന്യവും കൊണ്ട് ധന്യമാക്കിയ വിശുദ്ധനാണ് റാഫേൽ കലിനോവ്സ്കി. അദ്ദേഹം 1835 സെപ്റ്റംബർ 1-ാം തീയതി ലിത്വാനിയയുടെ തലസ്ഥാനമായ വിൽണയിൽ ഒരു പ്രഭു കുടുംബത്തിൽ ജനിച്ചു. അനാരൻ കലിനോവ്സ്കിയും ജോസഫിൻ കൊളാസ്കോയുമായിരുന്നു മാതാപിതാക്കൾ. പ്രാഥമിക വിദ്യാഭ്യാസം സ്വഭവനത്തിൽ വെച്ച് നടത്തിയ ജോസഫ് 1852 എഞ്ചിനീയറിംഗ് പഠനത്തിനായി സെന്റ് പീറ്റേഴ്സ്ബർഗിലുള്ള മിലിറ്ററി അക്കാഡമിയിൽ ചേർന്നു. 1863 അലക്സാണ്ടർ ചക്രവർത്തിക്കെതിരായി പോളണ്ടിൽ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹം ജോലിയിൽ നിന്ന് വിരമിച്ച് സ്വന്തം നാട്ടിലേക്ക് മടങ്ങി. 1864 പോളണ്ടിലെ രാജ്യരക്ഷാ മന്ത്രിപദം അവിടുത്തെ വിപ്ലവ ഗവൺമെന്റ് അദ്ദേഹത്തിന് നൽകി. പക്ഷേ അധികം താമസിയാതെ റഷ്യൻ പട്ടാളം ജോസഫിനെ അറസ്റ്റ് ചെയ്യുകയും വിപ്ലവത്തിന് കൂട്ടുനിന്നതിന്റെ പേരിൽ വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. പക്ഷേ അദ്ദേഹത്തിന്റെ കുലീനമായ കുടുംബ പശ്ചാത്തലവും വീട്ടുകാരുടെ അപേക്ഷയും കണക്കിലെടുത്ത് വധശിക്ഷ ഇളവ് ചെയ്ത് 10 വർഷത്തെ നിർബന്ധിത വേലയ്ക്കായി സൈബീരിയയിലേക്ക് നാടുകടത്തി. അതിശൈത്യവും അസഹനീയവുമായ ചുറ്റുപാടും ഉണ്ടായിരുന്ന ആ തടങ്കൽ പാളയത്തിൽ ജോസഫ് ഒരു ദൈവദൂതനെ പോലെ ജീവിച്ചു. അവിടെ തന്നാലാകാവുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ടും സഹതടവുകാരുടെ ക്രിസ്തീയ വിശ്വാസം വളർത്താൻ സഹായിച്ചും ഒരു വിശുദ്ധനെ പോലെ അദ്ദേഹം ജീവിച്ചു. 10 വർഷത്തെ വിപ്രവാസത്തിന് ശേഷം തിരിച്ചു വന്ന അദ്ദേഹത്തിന് ലിത്വാനിയയിൽ താമസിക്കാൻ അധികാരികൾ അനുവാദം നൽകിയില്ല. തന്മൂലം അദ്ദേഹം പോളണ്ടിലെ വാർസോവിൽ താമസിക്കുന്ന തൻ്റെ സഹോദരനോടൊപ്പം പോയി താമസിച്ചു. അവിടെയുള്ള കർമ്മലീത്ത ആശ്രമത്തിൽ ജോസഫ് കൂടെ സന്ദർശനം നടത്തിയിരുന്നു. 1877 അദ്ദേഹം ആസ്ത്രിയയിലെ ഗ്രാസ് എന്ന സ്ഥലത്തുള്ള കർമ്മലീത്ത ആശ്രമത്തിൽ ചേർന്നു. വിശുദ്ധ ഔസേപ്പിന്റെ റാഫേൽ എന്ന പേരാണ് അദ്ദേഹം സഭയിൽ സ്വീകരിച്ചത്. വൈദിക പരിശീലനത്തിനായി ഹംഗറിയിലുള്ള വിയോർ എന്ന സ്ഥലത്തേക്ക് റാഫേൽ അയക്കപ്പെട്ടു. 1881 അദ്ദേഹം നിത്യവ്രത വാഗ്ദാനം നടത്തി. 1882 ജനുവരി 15-ാം തീയതി റാഫേലിന് പോളണ്ടിലുള്ള വേർണ എന്ന സ്ഥലത്ത് വെച്ച് പൗരോഹിത്യം ലഭിച്ചു. അടുത്ത വർഷം തന്നെ അവിടെയുള്ള ആശ്രമത്തിലെ സുപ്പീരിയറായി ഫാദർ റാഫേൽ നിയമിക്കപ്പെട്ടു. സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി അക്ഷീണം പ്രയത്നിക്കുന്ന തീക്ഷ്ണമതിയായ ഒരു പ്രേക്ഷിത തന്നെയാണ് പിന്നീട് വർഷങ്ങളിൽ ഫാദർ റാഫേലിൽ നാം കാണുന്നത്. പല ശതകങ്ങളായി പോളണ്ടിലെ സന്യാസ ജീവിതം താറുമാറായി കിടക്കുകയായിരുന്നു. ഫാദർ റാഫേൽ കലിനോവ്സ്കി അവിടെ ഉണ്ടായിരുന്ന കർമ്മലീത്ത സന്യാസ ജീവിതം നവചൈതന്യം കൊണ്ട് നവീകരിച്ചു. കർമ്മലീത്ത സഭയുടെ പല ആശ്രമങ്ങളും വിവിധ സ്ഥലങ്ങളിൽ അദ്ദേഹം സ്ഥാപിച്ചു. തന്നെ ശ്രവിച്ചിരുന്നവരോട് പുണ്യപൂർണത പ്രാപിക്കുവാൻ ശ്രമിക്കണമെന്നും നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. അതിനുള്ള മാർഗങ്ങളായി അദ്ദേഹം നിർദ്ദേശിച്ചത് വിശുദ്ധ ഗ്രന്ഥ പാരായണവും സഭാ നിയമങ്ങളെപ്പറ്റിയുള്ള പഠനവും ധ്യാനവുമാണ്. വരപ്രസാദത്തിൽ വളരാനുള്ള ഏറ്റവും അനുയോജ്യമായ മാർഗം കൂദാശകളുടെ യോഗ്യതാപൂർണമായ സ്വീകരണമാണെന്ന് വിശുദ്ധൻ പഠിപ്പിച്ചു. തൻ്റെ എല്ലാ പ്രഭാഷണങ്ങളും അദ്ദേഹം അവസാനിപ്പിച്ചിരുന്നത് ഇതെല്ലാം മാതാവ് വഴി എന്ന പ്രാർത്ഥനയോടുകൂടിയായിരുന്നു. തൻ്റെ കടമകളെല്ലാം സ്തുത്യർഹമാം വിധം പൂർത്തിയാക്കിയ ഫാദർ റാഫേൽ 1907 നവംബർ 15 വാസോവിച്ചിൽ വെച്ച് നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. ജീവിച്ചിരുന്ന കാലത്ത് തന്നെ ഒരു വിശുദ്ധനായി ആദരിക്കപ്പെട്ടിരുന്ന അദ്ദേഹത്തെ 1991 നവംബർ 17 വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തിരുസഭയുടെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. വിശുദ്ധ റാഫേൽ കലിനോവ്സ്കിയെ ഈ ലോക നന്മയ്ക്കായും ലോകത്തുള്ള വിഷമങ്ങൾ അനുഭവിക്കുന്ന എല്ലാ മാതാപിതാക്കന്മാർക്ക് വേണ്ടിയും പിതാവായ ദൈവത്തോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.